ശ്രീ മഹാഗണപതേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തഭീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. നമസ്കാരം. സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം. ദശകം 42. ശ്രീഹരയേ നമഃ. ശ്ലോകം 1. കദാപി ജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുരാ മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരീ. മലയാള പരിഭാഷ. ഒരിക്കലങ്ങേടെ പിറന്ന നാളുനാൾ കിടത്തി നിന്നേയൊരു വണ്ടിയോരമായി വിരുന്നിനെത്തും ദ്വിജബന്ധുവാളിമാരി അവർക്കു സേവയ്ക്കു നടന്നിതമ്മയും. ശ്ലോകം 2. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവൽ സമീപത പരിസ്ഫുടദാരുചടച്ചടാരവാ. മലയാള പരിഭാഷ. ഭവാൻ കിടന്നുള്ളൊരിടത്തു കേട്ടുടൻ ചടാപടാ എന്നു ഭയങ്കരം രവം. ഭവാനെ നോക്കാനഥ നിന്ന കുട്ടികൾ ഭയന്നുറക്കെ കരയുന്ന ശബ്ദവും. ശ്ലോകം 3. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാ വ്രജാംഗനാ ഭവന്തമന്തർദൃശു സമന്തതോ വിനിഷ്പതദാരുണദാരുമധ്യകം. മലയാള പരിഭാഷ. നടുങ്ങി ശബ്ദം പത കെട്ടു ഗോപിമാർ തുടിച്ച നെഞ്ചോടത വന്നു കണ്ടുടൻ ഒടിഞ്ഞ ചാടിൻ കഷണങ്ങളെങ്ങുമേ നടുക്കുമേവുന്നൊരു നിന്നെയും വിഭോ. ശ്ലോകം 4. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ അശ്രുജലാർദ്രലോചനാ. മലയാള പരിഭാഷ. ഭവിച്ചതെന്താണു കിടാവിനെന്നുടൻ തിരക്കി നന്ദൻ പശുപർ മഹീസുരർ നടുക്കുവന്നുണ്ണിയെ വാരി അമ്മയങ്ങെടുത്തു കണ്ണീരോടെ നോക്കിയേവരും. ശ്ലോകം 5. കസ്കോന്നു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിതിഹേതി തേ സ്ഥിതാ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാ. മലയാള പരിഭാഷ. ഇതെന്തൊരാശ്ചര്യമിതെന്തു പറ്റിപോൽ തകർന്നു വണ്ടി പടുകൂറ്റനെങ്ങിനെ ഇതൊർത്തു കൈ മൂക്കിലമർത്തി നിന്നഹോ ഭവാനെ നോക്കിയിട്ടവരൊക്കെയങ്ങിനെ. ശ്ലോകം 6. കുമാരകസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോലപദംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാദിതീശതേ പാലകബാലകാ ജഗോ. മലയാള പരിഭാഷ. കുമാരകർ കാവലതിന്നു നിന്നവർ പറഞ്ഞു പാലിന്നധകാലടിച്ചിവൻ ഉടഞ്ഞു ചാടുന്നതു കണ്ടു ഞാനുമെന്നൊരൊറ്റ ശബ്ദത്തിലഹോ ജഗൽ പ്രഭോ. ശ്ലോകം 7.
ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വച ഭവത്പ്രഭാവാവിദുരൈരിതീരിതം മനാകിവാശങ്ക്യത ദൃഷ്ടപൂതനൈ. മലയാള പരിഭാഷ. ഭയന്നു ബാലർ പറയുന്നതീ വിധം അറിഞ്ഞിടാതെങ്ങിനെ വിശ്വസിപ്പു നാം. പറഞ്ഞു നിൻ ശക്തി അറിഞ്ഞിടാത്തവർ അതായിടാം പൂതനമോക്ഷസാക്ഷികൾ. ശ്ലോകം 8. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യോ നകരോ വിരോചിതോ ഇതി പ്രസർപ്പത്കരുണാതരംഗിതാസ്ത്വതംഗമാപുസ്പൃശരംഗനാജന. മലയാള പരിഭാഷ. ഇളം തളിർക്കാലിനു പോറലേറ്റുവോ തൊടുത്ത കൈത്താമര വേദനിച്ചുവോ. പറഞ്ഞു വാത്സല്യമതോടെ ഗോപിമാർ ഭവാന്റെ ദേഹം മൃദുവായി തലോടിനാർ. ശ്ലോകം 9. അയേ സുതം ദേഹി ജഗൽപദേ കൃപാതരംഗപാതാത് പരിവാദമദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഠക. മലയാള പരിഭാഷ. കുമാരനെ ഇന്നിഹ ലോകനായകൻ കനിഞ്ഞു രക്ഷിച്ചുവെനിക്കു നൽകിനാൻ. എടുത്തു പൊക്കിയിട്ടു പറഞ്ഞു താതനും പുണർന്നു നിന്മേനിയനേകവട്ടവും. ശ്ലോകം 10. അനോനിലീനഃ കില ഹന്തുമാഗതഃ സുരാരിരേവം ഭവതാ വിഹിംസിത. രജോപിനോ ദൃഷ്ടമമുഷ്യ തൽക്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. മലയാള പരിഭാഷ. ഭവദ്വധത്തിനു മറഞ്ഞു വന്നിവൻ ഭവാന്റെ കാലാൽ ഹതനായി ദാനവൻ. ഇവന്റെ ദേഹപ്പൊടി പോലുമില്ല ഇങ്ങിവൻ ഭവാനിൽ വിലയിച്ചു നിശ്ചയം. ശ്ലോകം 11. പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഭിതമംഗളാശിഷ. വ്രജം നിജൈർബാല്യരസേർവിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹിമേ. മലയാള പരിഭാഷ. വിശേഷമാം പൂജകളേകി ഭൂസുരർ വിശിഷ്ടമാം മംഗളവും പറഞ്ഞവർ. അശേഷഗോഷ്ഠം തവ ലീലയിൽ ലയിച്ച ശേഷമെൻ ലോകമകറ്റുകീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.